പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 9-ാം അധ്യായം 5-ാം വാക്യം. അവൻ പർവ്വതങ്ങളെ അവയറിയാതെ നീക്കിക്കളയുന്നു, തൻ്റെ കോപത്തിൽ അവയെ മറിച്ചു കളയുന്നു. ഹല്ലേലൂയ. അവൻ പർവ്വതങ്ങളെ അവയറിയാതെ മാറ്റിക്കളയുന്നു, നീക്കിക്കളയുന്നു. ഇന്ന് പ്രഭാതത്തിലും നമ്മുടെ ദൈവം പർവ്വതങ്ങളെ നീക്കുന്നവനത്രേ. പർവ്വതങ്ങളെ മൂവ് ചെയ്യിപ്പിക്കുവാൻ ദൈവത്തിന് സാധിക്കും. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥനയിൽ വിശ്വാസത്തോടുകൂടെ വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് ഇവിടെ നിന്ന് നീങ്ങി കടലിൽ പോകാം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ പോകും. ഹല്ലേലൂയ. അത് ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. നാം കൽപ്പിച്ചാൽ നമ്മുടെ വാക്കിനകത്ത് അങ്ങനൊരു ശക്തിയുണ്ട്. പ്രാർത്ഥനയിൽ അങ്ങനത്തെ ഒരു ശക്തിയുണ്ട്. ഇവിടെ ഇതാ ഇയ്യോബ് വിളിച്ചു പറയുന്നു, കർത്താവേ, നീ പർവ്വതങ്ങളെ അവയറിയാതെ മാറ്റിക്കളയുന്ന ദൈവമത്രേ. പർവ്വതം പോലെ ജീവിതത്തിന് മുമ്പിൽ ഏത് പ്രതിസന്ധി വന്നാലും ഏത് പ്രശ്നം വന്നാലും അതിൻ്റെ സ്ഥാനത്തു നിന്ന് അതിനെ മാറ്റുവാൻ ഒരു ദൈവ പൈതലിന് സാധിക്കും. ഹല്ലേലൂയ. നമ്മുടെ വാക്കിൻ്റെ മുമ്പിൽ പല പർവ്വതങ്ങളും മാറിപ്പോകും. നിങ്ങൾക്കറിയാം, സെരുബാബേലിൻ്റെ മുമ്പിൽ പർവ്വതം പോലെ പ്രശ്നങ്ങൾ വന്നപ്പോൾ വേദപുസ്തകത്തിൽ ഇങ്ങനെയാ ചോദ്യം: സെരുബാബേലിൻ്റെ മുമ്പിലെ മഹാപർവ്വതമേ, നീ ആർ? നീ സമഭൂമിയായിത്തീരും. കർത്താവിൻ്റെ വാക്ക് കേട്ട്, കർത്താവിൻ്റെ വചനം കേട്ട് ഓരോ ചുവടും വെക്കുന്ന ഹല്ലേലൂയ ദൈവ പൈതലിനുള്ള ദൈവിക പ്രോമിസ. സെരുബാബേൽ ആലയം പണിയാൻ കടന്നു വന്നു. ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് തനിക്കുണ്ടായിരുന്നു. താൻ ആലയം പണിയാൻ കല്ലുകൾ എടുത്തു വെച്ചപ്പോൾ ചുറ്റുപാടുമുള്ളവർ നോക്കി ചിരിച്ചു കാണും, അവർ കളിയാക്കി കാണും. എന്നാൽ ദൈവത്തിന് ഒരു കാര്യമേ പറയാനുള്ളൂ: ഒരു ചുവട് നീ വെച്ചാൽ ബാക്കി കർത്താവ് ചെയ്തുകൊള്ളും, ബാക്കി കർത്താവിൻ്റെ കരം പ്രവർത്തിക്കും. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ കർത്താവ് ഇങ്ങനെ ചോദിക്കുന്നത്: അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർ തുച്ഛീകരിക്കും? പ്രിയരെ, ഇന്ന് പകൽക്കാലം ഒരു ചുവട് നാം എടുക്കാൻ തയ്യാറാണോ? ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ നാം തയ്യാറാണോ? ഒരു ഹല്ലേലൂയ ആദരത്തിൽ നിന്ന് ഒരു സ്തുതി ഉയർത്തുവാൻ നാം തയ്യാറാണോ? എത്ര പർവ്വതമാണെങ്കിലും അതിനെ സമഭൂമിയാക്കാൻ കർത്താവ് മതിയായവനത്രേ. സെരുബാബേലിൻ്റെ പുസ്തകത്തിൽ സെരുബാബേലിനോട് ദൈവം പറയുന്നു, കൃപ കൃപ എന്ന ആർപ്പോടെ ഹല്ലേലൂയ നീ ആണിക്കല്ല് കയറ്റും. നിൻ്റെ കൈയാണോ ഇതിന് അടിസ്ഥാനമിട്ടത്? നിൻ്റെ കൈ തന്നെ ഇതിൻ്റെ ആണിക്കല്ലും കയറ്റും. ഇന്ന് രാവിലെ അതിനുള്ള തടസ്സം എന്തോ അതിനെ മാറ്റാൻ കർത്താവ് വിശ്വസ്തന. സെരുബാബേലിന് മുമ്പിലുള്ള മഹാപർവ്വതത്തെ നോക്കിക്കൊണ്ട് ദൈവമാണ് ചോദിക്കുന്നത്: നീ ആരാ? എൻ്റെ ദാസനായ സെരുബാബേലിനെ തടയുവാൻ, പിന്നോട്ട് വലിക്കാൻ, അവൻ്റെ പ്രവർത്തനങ്ങളെ ആ പ്രവൃത്തി പദത്തിൽ എത്തിക്കാതെ നിൽക്കുന്ന ഹല്ലേലൂയ മഹാപർവ്വതമേ, നീ സമഭൂമിയായിത്തീരും. നിന്നെ ഞാൻ സമഭൂമിയാക്കി മാറ്റും. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ കടന്നു വന്നു. ഭക്തനായ ഒരു ദൈവ പൈതലിൻ്റെ മുമ്പിൽ വലിയ പ്രശ്നങ്ങൾ വന്നെന്നിരിക്കാം, എന്നാൽ കർത്താവ് അവയെ കൈകാര്യം ചെയ്യും. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ ഒരു ചോദ്യം ചോദിക്കുന്നത്: സെരുബാബേലിന് മുമ്പിലുള്ള മഹാപർവ്വതത്തെ സമഭൂമിയാക്കാൻ ദൈവത്തിന് സാധിക്കുമെന്ന്. ദൈവത്തിന് സാധിക്കുന്നത് കൊണ്ടാണ് ദൈവം പർവ്വതങ്ങളെ നീ ആരെന്ന് ചോദിച്ചത്. അതേ കർത്താവ് പറയുന്നു, സെരുബാബേലിന് മുമ്പിലുള്ള മഹാപർവ്വതത്തെ സമഭൂമിയാക്കിയ ദൈവത്തിന് നമ്മുടെ മുമ്പിലുമുള്ള മഹാപർവ്വതങ്ങളെ എടുത്തു മാറ്റുവാൻ സാധിക്കും. പർവ്വതങ്ങൾ ദൈവ മുമ്പിൽ വിറയ്ക്കും. 114-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, പർവ്വതങ്ങൾ തുള്ളും, കുഞ്ഞാടുകളെ പോലെ തുള്ളും. ഹല്ലേലൂയ. കുന്നുകൾ ഹല്ലേലൂയ ആട്ടിൻകൂട്ടത്തെ പോലെ തുള്ളി മാറിപ്പോകും. ദൈവത്തിൻ്റെ സന്നിധിയിൽ, സർവശക്തനായ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ, വചനത്തിൻ്റെ സാന്നിധ്യത്തിൽ എല്ലാ പർവ്വതങ്ങളും കുലുങ്ങി മാറും എന്ന് വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇയ്യോബ് ചോദിക്കുന്നു, ഇയ്യോബിൻ്റെ മുമ്പിലുള്ള പർവ്വതത്തെ അവയറിയാതെ മാറ്റിക്കളയുന്ന ഒരു ദൈവമുണ്ടെന്ന്. ആ ദൈവമാണ് നമ്മുടെയും കർത്താവ്. ആ ദൈവമാണ് നമ്മെയും പരിപാലിക്കുന്നത്. ഇന്ന് രാവിലെ ഏത് പ്രതിസന്ധിയുടെ നടുവിലാണോ നാം ആയിരിക്കുന്നത്, വിശ്വാസത്തോടു കൂടെ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, ആ പർവ്വതങ്ങൾ പറഞ്ഞ് കടലിൻ്റെ നടുവിൽ മാറിപ്പോകും. കടലിൻ്റെ നടുവിലേക്ക് വീഴ്ത്തുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ. എത്ര പ്രതിസന്ധി ഉണ്ടാക്കുന്ന പർവ്വതമാണെങ്കിലും ആ പർവ്വതത്തെ മെതിച്ച് പൊടിക്കുവാനുള്ള ശക്തി ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. വേദപുസ്തകത്തിൽ യെശയ്യാ പ്രവചനത്തിൽ നാം അതുതന്നെ വായിക്കുന്നു. വലിയ പർവ്വതങ്ങളെ മെതിച്ച് പൊടിക്കുന്ന ഒരു മെതിവണ്ടിയാക്കി ദൈവം നമ്മെ മാറ്റും. മെതിച്ച് പൊടിക്കുക മാത്രമല്ല, ദൈവം അതിനുശേഷം കാറ്റടിപ്പിച്ച് അതിൻ്റെ പൊടി പോലും കണ്ടുപിടിക്കാൻ പറ്റാത്തവണ്ണം അതിനെ ചിതറിച്ചു കളയുവാനും കർത്താവ് വിശ്വസ്തനത്രേ. പർവ്വതങ്ങളെ
അവയറിയാതെ ദൈവം നീക്കിക്കളയും. പർവ്വതങ്ങളെ, പ്രശ്നങ്ങളെ, പ്രതികൂലങ്ങളെ, രോഗങ്ങളെ അവയറിയാതെ നീക്കിക്കളയാൻ നമ്മുടെ കർത്താവ് ഇന്ന് പകൽക്കാലവും വിശ്വസ്തനത്രേ. സെരുബാബേലിൻ്റെ മുമ്പിലുള്ള പർവ്വതത്തെ മാറ്റിയ ദൈവം, യെശയ്യാ പ്രവചനത്തിൽ ഇങ്ങനെ അരുളി ചെയ്ത ദൈവം, യാക്കോബേ നിൻ്റെ മുമ്പിലുള്ള പർവ്വതങ്ങളെ നീ മെതിച്ച് പൊടിയാക്കും എന്ന് അരുളി ചെയ്ത അതേ കർത്താവ് ഇന്ന് രാവിലെ വിശ്വസ്തനത്രേ. പർവ്വത സമാനമായ ഒരു എരിഹോയുടെ കോട്ട ജനത്തിന് മുമ്പിൽ നിന്നപ്പോൾ ഒറ്റ ആരാധന കൊണ്ട്, സ്തുതി കൊണ്ട് ആ പർവ്വതത്തെ അവരുടെ കാൽച്ചുവട്ടിലെ സമഭൂമിയാക്കി മാറ്റിയ ദൈവം, ആ വലിയ കോട്ടയെ അവരുടെ മുമ്പിൽ വീഴുമാറാക്കിയ ദൈവം ഇന്ന് പകൽക്കാലവും വിശ്വസ്തനത്രേ. കർത്താവേ എന്ന് വിളിച്ചുകൊണ്ട് നാം ഒരുമിച്ച് ആരാധിക്കുമ്പോൾ നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും വ്യത്യാസം വരും. നമ്മുടെ മുമ്പിലുള്ള പർവ്വതങ്ങൾ അവയറിയാതെ മായ്ച്ചു കളയും, അതിനെ നീക്കിക്കളയും. ആ കർത്താവിനെ നാം അബ്ബാ, പിതാവേ എന്ന് വിളിക്കുന്നത്. അവൻ വിശ്വസ്തനായ ദൈവം, വാക്കുമാറാത്ത ദൈവം. നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ അവൻ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലെസ് യു. ആമീൻ, ആമീൻ.